അതിൻ്റെ ഇടയിലാണ് പണി പാളിയത്. ഇതിനെനിക്ക് വീഴി പോകാനായിട്ട് പറ്റില്ല. അയ്യോ, കുറുക്കച്ചള്ളയാണ്, വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ ഹലോ, കൊള്ളാം എന്തായാലും. അയ്യോ, പണിപ്പാളി കമ്പടിച്ചുകൊണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫ്യൂൽ ഇൻജെക്ടർ 613. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറിൻ്റെ തീരത്ത് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ് കുറേ മരങ്ങളായിട്ടുള്ള നല്ല തണലുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോണ്ടൻറ്റ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. ചേട്ടാ, അതെ, ഞാൻ റീസെൻ്റിലാണ് ചേട്ടൻ്റെ റീൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീഡിയോസൊക്കെ അത്യാവശ്യം ആയിപ്പോഴുള്ള നല്ല എന്താ പറയുക, ട്രാവലേഴ്സിന് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി വീഡിയോസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങിയ എന്താ പറയുക, ഭയങ്കര ട്രാവലിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ടൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരാൾ പറഞ്ഞാലല്ലോ നമുക്ക് അതിനകത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കിങ്ങനെ യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. വണ്ടിയോടാണെങ്കിലും മറ്റും ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവളെൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ വ്ളോഗിങ് സെറ്റപ്പുകൾ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. പ്രഥമമായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ അതൊക്കെ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്യാമറ. അത് ഏതും ആയിക്കോട്ടെ, ചിലപ്പോൾ ഫോണാവാം അല്ലെങ്കിൽ മറ്റു ക്യാമറകളാവാം. എന്തായാലും പ്രാഥമികമായിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ക്യാമറ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ മെയിൻ ഒരു റോള് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് Insta360യുടെ 1RS എന്ന് പറയുന്ന ട്വിൻ എഡിഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ഉണ്ട്, 360 ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്ത് നോക്കാൻ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കരുതി ഞാൻ എൻ്റെ കംപ്ലീറ്റ് വീഡിയോ, അതായത് നിങ്ങൾ ഈ കാണുന്ന എൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഫുള്ളും എൻ്റെ ആക്ഷൻ ക്യാമിലല്ല, 100% ഒരു 70% ഞാൻ ആക്ഷൻ ക്യാമിലും ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ S22 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ പർപ്പസിന് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു S22 മോഡലിനോട്. ഒരുപാട്, അതായത് എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു ഫോണാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിൽ 3 ഐറ്റങ്ങളുണ്ട്. എന്താണ് ഈ 3 ഐറ്റങ്ങൾ? അതായത് നമ്മളിപ്പോൾ മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കും, വണ്ടിയിലിരുന്നിട്ടുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വിൻഡ് നോയ്സ് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയിരുന്നൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്, വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണലായിട്ടുള്ള മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 ബ്രാൻഡുമാണ് ഞാൻ മൈക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ 2 മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ റൈഡിങ് പോസ്റ്ററിലുള്ള, അതായത് ഞാൻ വണ്ടി ഓടിക്കുന്ന ആ ഒരു വിഷ്വൽ കിട്ടുന്നതിനും, പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ളൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ 2 മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് Insta360യുടെ തന്നെയുള്ള RSൻ്റെ മൈക്ക് അഡാപ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 3400 രൂപ അടുത്തോളം വിലയുണ്ട്. ഈ ഒരു ബാഗ് ഞാൻ എൻ്റെ ക്യാമറ ഇടുന്നതിനും എൻ്റെ മൗണ്ടുകൾ, ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള മൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഈ ഒരു ബാഗിലാണ്. അപ്പോൾ ഇതിൽ ഇപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എന്തോ പോയല്ല കേട്ടോ, ഒരു മറ്റേ നമ്മുടെ ലെൻസ് തുടയ്ക്കാനുള്ളൊരു ക്ലോത്ത് ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് മൗണ്ടുകളും കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് പറയാനായിട്ട്. അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ക്യാരി ചെയ്യാനുണ്ട്, ക്യാമറ ക്യാരി ചെയ്യാനുള്ള ബാഗ്, ക്യാമറ, പിന്നെ എൻ്റെ ഫോൺ, പിന്നെ എൻ്റെ 2 മൈക്കുകൾ, മൈക്കിൻ്റെ എക്സ്ട്രാ അഡാപ്റ്റർ, പിന്നെ എൻ്റെ ക്യാമറ ക്യാരി ചെയ്യണ ഒരു ബാഗ്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മെയിനായിട്ട് എൻ്റെ ഈ ഒരു വ്ളോഗിങ് സെറ്റപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെയും മുഖ്യാധാരമായിട്ടുള്ള മറ്റൊരു ഘടകം കൂടിയുണ്ട്. അതെന്താണെന്നുള്ള കാണിച്ചു തരാം. ഇവനാണ് എൻ്റെ വ്ളോഗിങ് സെറ്റപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ആൾ. കാരണം ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വ്ളോഗിങ്ങും എല്ലാം പ്രോപ്പറാവുള്ളൂ. ഈ കാണുന്ന ഈ ഒരു വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി ഓടിക്കുന്ന സമയത്തൊക്കെ ലോങ് ആയിട്ടുള്ള വ്യൂസിൽ നിന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇത് Insta360യുടെ തന്നെ സ്റ്റിക്കാണ്. ഇത് ഇൻവിസിബിൾ സ്റ്റിക്കാണ്. കാരണം ഈ സ്റ്റിക്ക് കാണത്തില്ല, നമുക്കിപ്പോൾ എന്ത് കാണിച്ചാലും ഈ സ്റ്റിക്ക് കാണത്തില്ല. കണ്ടോ, അതാണ് ഈ ഒരു സ്റ്റിക്കിൻ്റെ ഗുണം എന്ന് പറയുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. എൻ്റെ പൊന്നേ, ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുക, ഫുൾ ഓഫ് റോഡാണ്. നമുക്ക് നോക്കാം. അടിപൊളി, നല്ല ചെള്ളയാണ്, കുറുക്കച്ചെള്ളയാണ്. വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ ഹലോ, കൊള്ളാം എന്തായാലും. അപ്പം കലങ്ങമായി പാട്ടോ, ഇവിടെ കൊള്ളാം. എന്തുകൊണ്ടും നല്ല രസം. അയ്യോ, പണിപ്പാളി കമ്പടിച്ചുകൊണ്ട്. കൊള്ളാല്ലേ, അടിപൊളി. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എനിക്ക് കോമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതിൻ്റെ ഇടയിലാണ് പണി പാളിയത്. ഇതിനെനിക്ക് വഴി പോകാനായിട്ട് പറ്റില്ല. അയ്യോ, കൊള്ളാം എന്തായാലും, നല്ല രസമുണ്ട്. അവിടെ തന്നെ വണ്ടി നിർത്തായിരുന്നു. നോക്കട്ടെ, കൊള്ളാം എന്തായാലും. അയ്യോ, ഈ ഒരു വണ്ടി വെച്ചിട്ട് ഈ ചെളിയിൽ കൂടി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു റാലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ ഒന്നും പറയാനില്ല. എൻ്റെ ഇഷ്ടോ, അയ്യോ സെറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഞാൻ പിന്നെയും പറയുന്നു, എനിക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് എനിക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കോമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് ദ ഫ്യൂൽ ഇൻജെക്ടർ 613. സ്റ്റേ ട്യൂൺ. ബൈ. ഇവിടെ എന്തായാലും കൊള്ളാം, എന്തായാലും സെറ്റ്. വീഡിയോ എടുക്കാനാണെങ്കിലും മറ്റേതിലൊക്കെ പോളി വൈബ്, ഒന്നും പറയാനില്ല. അയ്യോ കൂടി നിങ്ങൾക്ക് ഇനി ഈ 360, അതായത് 360യുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ എടുത്തിട്ട് 1 year ആവുന്നുണ്ട്. അപ്പോൾ ഒരു യൂസർ റിവ്യൂ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യുക. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ.